നമുക്ക് അന്ന് വരെയുള്ള ഈ മോയിൻകുട്ടി വൈദ്യർ പോലുള്ള നേരത്തെ മാപ്പിളപ്പാട്ടുകൾ എഴുതി വെച്ചിരുന്ന പാട്ടുകളല്ലായിരുന്നല്ലോ കൂടുതലെടുത്ത് റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഉള്ളത്. ആരൊക്കെയായിരുന്നു മമ്മൂക്കയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിരുന്നത്? PT അബ്ദുറഹ്മാൻ സാഹിബ്, പിന്നെ ഒബി അബ്ദുള്ള. അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? രണ്ടാളും മരിച്ചുപോയി. അവരായിരുന്നു അന്ന് പാട്ടുകൾ. അത് മമ്മൂക്കയ്ക്ക് വേണ്ടി തന്നെ കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അതൊക്കെ എന്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു? സാധാരണ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു സബ്ജക്റ്റ് ഉണ്ടാക്കും, അങ്ങനെ ചെയ്യുമായിരുന്നു? അത് ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ മമ്മൂക്കയുടെ 2 കാസറ്റുകൾ ഞാൻ കേട്ടിട്ടുള്ള, ഒന്ന് ഈ ബദൽ മുനീർ, ഹുസൈൻ ജമാൽ, പിന്നെ ഒന്ന് ലൈല മജ്നു, അങ്ങനെ അത്തരം കഥകൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ കുറേ പാട്ടുകൾ ചെയ്തിരുന്നു. കർബല പാട്ട് ഉണ്ട്, കർബല യുദ്ധത്തിൻ്റെ. കർബല യുദ്ധത്തിൻ്റെ 10 പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന പൂക്കൾ എന്നുള്ള ഒരു 10 പാട്ട്, പിന്നെ കാസറ്റുകൾ അത് നിറച്ചും ചെയ്തിന്. ശരി. അന്ന് അതുപോലെ ഓർക്കസ്ട്ര ചിട്ടപ്പെടുത്തിയിരുന്ന മുഴുവൻ AT ഉമ്മറായിരുന്നു അല്ലേ? അപ്പൊ അന്ന് മദ്രാസിൽ അതിനു വേണ്ടി പോയി. ശരിക്ക് സിനിമാ പാട്ടുകൾ പോലെ ആയിരുന്നു അന്ന് അല്ലേ മമ്മൂക്കയുടെ പാട്ടുകൾ? ഒരു പാട്ട് പോലും ശ്രദ്ധിക്കപ്പെടാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് മമ്മൂക്കയുടെ പാട്ടുകളുടെ പ്രത്യേകത അല്ലേ? എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കും. എല്ലാ പാട്ടും പല പാട്ടുകളുണ്ട്. ഒട്ടകങ്ങൾക്ക് വരി വരിയായി തുടങ്ങുന്ന പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഇപ്പോഴും എല്ലാവരും പാടുന്നുണ്ട്. പീർ മുഹമ്മദ് പാടുക. അപ്പൊ പീർ മുഹമ്മദ് അറിയാത്ത പാട്ടുകൾ ഇന്നത്തെ പ്രോഗ്രാമിൽ ഇന്നത്തെ പല ചെറുപ്പക്കാരും പീർ മുഹമ്മദ് ഓർമ്മയില്ലാത്ത പാട്ട് പീർ മുഹമ്മദ് പാടിയിട്ട പാട്ട് ഇപ്പം പാടുന്നു. അത് ഇതാണ് ഒരു പരിധിവരെ ഒരു എന്താ പറയുക, അതുവരെയുള്ള ഒരു ട്യൂണുകൾ ഫോളോ ചെയ്യാതെ വേറൊരു രീതിയിലുണ്ടാക്കി അല്ലെ അതിനൊരു ഓർക്കസ്ട്ര കമ്പോസ് ചെയ്ത്. നേരത്തെ എനിക്ക് തോന്നുന്നു ഇതിനെ മറികടക്കാൻ മറ്റൊരു ട്യൂണില്ല, ഇതാണ് ശരി എന്ന് തോന്നിയിട്ട് പാടുന്നതായിരിക്കും. അത് പാടിയ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ തരം പാട്ടുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വോയിസ് ആയിരുന്നല്ലേ? നമുക്ക് ആർക്കും പാടാൻ എത്താത്തൊരു ഹൈറ്റിലാണ് പാടിയിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരുപാട് ആളുകളും പിന്നെ അങ്ങനെ അനുകരിക്കും. ഇന്നിപ്പോ ആ റേഞ്ചിൽ പാടാൻ പറ്റുമോ? പാടാൻ പറ്റും. അല്ലേ, പ്രയാസപ്പെടേണ്ടി വരും. വേണ്ട, നമുക്ക് ബുദ്ധിമുട്ടിച്ചിട്ട് പാടണ്ട. അല്ല, എന്നാലും അന്ന് ഈ മാപ്പിളപ്പാട്ടുകൾക്ക് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പാട്ടുകൾക്ക് ജാതി മതമൊന്നും ഇല്ല എന്നൊക്കെ തോന്നിച്ചിരുന്ന ഒരുപാട് പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ. എല്ലാ ആളുകളും പാടുകയും എല്ലാവരും ഇഷ്ടപ്പെടുകയും അല്ല. കാസറ്റ്സിൻ്റെ ഒക്കെ അന്ന് അത്ര കണ്ട് സെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളാണ് മമ്മൂക്കയുടെ കൂടുതലുള്ളത് അല്ലേ? ഇന്നിപ്പം സ്റ്റേജിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ ഇന്നും സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ തരം പാട്ടുകളാണ്. റംല ബീഗം പാടിയ പാട്ട്, ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരദേശം മെലിഞ്ഞൊരു കിഴവനും സ്വലാമായി ചൊന്നവർ മന്നൻ നബി കരമേറ്റി എന്നുടയൻ കൊതിയെന്നു ചാറ്റി ഉന്നിടയ കിഴവൻ പുകൾ പോറ്റിയിടை ഫറുതവൻ പ്രിയമുടെ ഹബീബുള്ളാവേ പോരീശ കടലുടെ ദിനകരം റസൂലുള്ളാവേ. അതൊക്കെ എന്നും സ്റ്റേജിൽ ആലപ്പുഴ റംല ബീഗം. അതുപോലെ MACs എന്ന് പറഞ്ഞിട്ട് അതും അവര് കഥാപ്രസംഗമായിരുന്നു അല്ലേ? നല്ല പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ സമയത്തൊക്കെ ഇപ്പൊ മൂസയുടെയും പീർ മുഹമ്മദിന്റെയും ഒക്കെ പാട്ടുകൾ ഞങ്ങൾ പരസ്പരം സ്റ്റേജിൽ പാടാറുണ്ട്. മൂസക്കന്റെ അതുപോലെ തന്നെ മേറാജ് രാവിലെ കാറ്റ് എന്നുള്ള പാട്ട് ഇപ്പോഴും എല്ലാവരും പാടും. കൂടുതൽ നമ്മൾ ഈ മാപ്പിളപ്പാട്ടുകൾക്ക് ഉള്ള മറ്റൊരു വേദിയാണ് മലബാർ സൈഡിലൊക്കെ കല്യാണ വീടുകളിൽ അല്ലെ, മൈലാഞ്ചി കല്യാണത്തിന്റെ തലേ ദിവസമുള്ള എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നതല്ലേ. അപ്പൊ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള പാട്ട്. അതില് ഞാനൊരു മമ്മൂക്കയുടെ ഒരു പാട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പുതുമാരൻ ജമീറിന് പൂമാല ബീവി, അതിന്റെ BGM നാദസ്വരവും തകിലുമാണ് കൊടുത്തിട്ടുള്ളത്. അത് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അതെ, കല്യാണത്തിന് ഹിന്ദു കല്യാണങ്ങൾക്ക് കാണുന്ന നാദസ്വരം തകിലുമാണ് ഇവിടെ മാപ്പിളപ്പാട്ടിന് BGM കൊടുത്തത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചേഞ്ചസ് അന്ന് വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചില കേരളോത്സവം മസ്കത്തിൽ വെച്ച് നടക്കുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് അവരുടെ ടീം. ആ 2 മക്കളും ശങ്കരൻകുട്ടിമാരാണ് ഒറിജിനൽ മാപ്പിളപ്പാട്ട്. അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ ചെണ്ടയായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് സംഗീതത്തിന് അങ്ങനെ ഇന്ന ജാതി വലിയ സംഭവമല്ലേ അതാണ്. ഇപ്പം ഈ അവസരത്തിൽ പിന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പാട്ടുകാരനാണ് ശ്രീ AV മുഹമ്മദ് അല്ലേ? ഒരുപാട് നല്ല പാട്ടുകൾ, പകലിൽ നിശാനിയാലം, ഇലാഹായ പൂരനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കെട്ടി. അത് അദ്ദേഹത്തിന്റെ പാട്ടല്ലേ? അതെ. ബാബുക്കല്ലേ? അല്ല ട്യൂൺ ചെയ്ത.
എബി മുഹമ്മദാണ് പാടിയിട്ട് അതിന്റെ റെക്കോർഡൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ എത്ര ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ആളുകളൊക്കെ കുഞ്ഞുമൂസൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുമൂസൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. ഉണ്ട്. സ്വർഗീയ സുഖം വെൺചാമരം വീശുന്നേ, സ്വർണ സിംഹാസനം ചെങ്കതിർ കത്തുന്നേ, രാജഗണത്തിൽ സൂര്യരാഗം തകർക്കുന്നേ, രാജാതിരാജൻ കേട്ട് താളം പിടിക്കുന്നേ, താളം പിടിക്കുന്നേ, മേളം തകർക്കുന്നേ.